എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയ രാഷ്ട്രീയ പാർട്ടിയാക്കി ആർക്കെങ്കിലും ചിത്രീകരിക്കാൻ കഴിഞ്ഞത്? ഇപ്പൊ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടു, ഹൈക്കോടതി പോലും പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൽപ്പിച്ച വന്യനായ പാണക്കാട് തങ്ങൾ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കാരണം ഞാൻ നടത്തിയ ഒരു കേസ്, മലപ്പുറത്തെ കുടുംബ കോടതിയിൽ ഞാൻ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായി നടത്തിയ ഒരു കേസ്, ആ കേസിൽ ഞങ്ങൾ ജയിക്കുകയും ഡിവിഷൻ ബെഞ്ചിൽ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെയും ജസ്റ്റിസ് ഹാറൂൺ റഷീദിന്റെയും കോടതി മുമ്പാകെ ആ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തപ്പോ അന്ന് ചേംബറിലേക്ക് വിളിച്ചുകൊണ്ട് ആ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാരും എന്റെ കക്ഷിയോട് ചോദിച്ചത്, വന്യനായ പാണക്കാട് തങ്ങളുടെ തൊട്ടടുത്ത് നിന്നല്ലേ നിങ്ങൾ വരുന്നത്, ഇത് വലിയ ഒരു കോലാഹലമാക്കി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട്ടെ തങ്ങൾക്ക് ജഡ്ജിമാര്, ഹൈക്കോടതി ജഡ്ജിമാര് ഒരു വർഗീയവാദിയായ ഒരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോടാണ് ഇതിൽ പാണക്കാട് തങ്ങള് ഞങ്ങളുടെ 2 കേസിലും കക്ഷിയല്ല, പാണക്കാട്ടെ തങ്ങളുടെ ആളുകളും കക്ഷിയല്ല, ഞാനൊന്ന് കോൺഗ്രസിന്റെ നേതാവാണ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളാണ് എന്റെ കക്ഷികൾ, മറുഭാഗത്തും മുസ്ലിം ലീഗിന്റെ ആളുകളല്ല, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പാണക്കാട്ടെ തങ്ങൾ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു ഹൈക്കോടതിയിലെ 2 പ്രധാനപ്പെട്ട ജഡ്ജിമാർ. ഞങ്ങൾ പറഞ്ഞു ഒരു വിരോധവും ഞങ്ങൾക്കില്ല. അങ്ങനെ വന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിലാണ് ആ കേസിൽ അദ്ദേഹം മധ്യസ്ഥത സംസാരിച്ചു. ആ കേസ് മധ്യസ്ഥതയോടുകൂടി പാണക്കാട്ടെ തങ്ങളുടെ തീരുമാനം കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാർ അംഗീകരിച്ചു. ഒരു കോമൺ ഉത്തരവിറങ്ങി. ആ കോടതിയുടെ ഉത്തരവ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. വന്യനായ പാണക്കാട് തങ്ങളുടെ പേര് ആ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു വർഗീയവാദിയായ ഒരു നേതാവായിരുന്നുവെങ്കിൽ, വർഗീയ ചൊവ്വയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നായകരായിരുന്നുവെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ നീതിന്യായ കോടതി, ആ കോടതിയിലെ സിംഗിൾ ബെഞ്ചല്ല ഡിവിഷൻ ബെഞ്ച് ഒരു കേസ് മധ്യസ്ഥ സംസാരിക്കാൻ വന്യനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് അയക്കുമോ? ഇത് ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും EMSന്റെ അടുത്തേക്ക് നിങ്ങളൊരു കേസ് മദ്യം പറയാൻ വേണ്ടി ഏതെങ്കിലും കോടതി, ഒരു മജിസ്ട്രേറ്റ് കോടതി അയച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്തേക്ക് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രശ്നം സംസാരിച്ച് തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് കോടതി അയച്ചിട്ടുണ്ടോ? ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ എവിടെയും കാണൂല. ഇന്ത്യ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. തങ്ങളുടെ പാർട്ടിക്കാരുടെ പ്രശ്നം തീർക്കാനല്ല അങ്ങോട്ട് അയച്ചത്. കേരളത്തിലെ വലിയ നിയമനിർമ്മാണ നീതിന്യായ വ്യവസ്ഥിതിയുടെ മുന്നിൽ വന്ന ഒരു വലിയ തർക്കം, ആ തർക്കം പരിഹരിക്കാൻ കോടതി പറയുന്നു പാണക്കാട്ടെ തങ്ങളുടെ അടുത്ത് പോയിട്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്ന്. പരിഹരിച്ചൂടെ എന്ന് ഓമിൻജെ തച്ചങ്കരിയെ ദുബായിലേക്ക് അയച്ച് കേസെടുപ്പിച്ച് ആ ആളെ ഭീഷണിപ്പെടുത്തിയ സംഭവമൊക്കെ ഉണ്ടായി. സംഗതിയൊക്കെ ശരിയാണ്. ഞാൻ DYFIക്കാരോട് ചോദിക്കട്ടെ, അത് വീട് തെറ്റിയതാണ്, യാതൊരു സംശയമില്ല. അത് വേറെ ആരോ ചാവക്കാട്ടുകാരന്റെ വീടാണ്. പക്ഷേ അതല്ല വീട്, ഇതാണ് വീട്, സഖാവിന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടൊന്ന് കാണിക്കാൻ ഈ രാജ്യത്തെ CPMന്റെ നേതാക്കന്മാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കാണിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ആ വീട്ടിൽ ഒന്ന് പോയി നിർഭയമായി സന്ദർശനം നടത്താൻ ഈ നാട്ടിലെ DYFIക്കാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നാളെ കോഴിക്കോട്ടേക്ക് ബസ് കയറി കോഴിക്കോട്ട് നിന്നും PR കുറുപ്പിന്റെ നാടായ പാനൂരിലേക്ക് പോയി, പാനൂരിൽ നിന്നും മോന്താൽ കടവ് എന്ന കണ്ണൂരിലെ പ്രദേശത്തേക്ക് പോയി, അവിടെ നിന്നും പിണറായിയിലെ പാണ്ഡ്യാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ വീടൊന്ന് സന്ദർശിക്കാൻ ഈ രാജ്യത്തെ DYFIക്കാരനെ ഞാൻ വെല്ലുവിളിക്കുക. കയ്യിന്റെ കയ്യും കാലും അടിച്ചു മുറിക്കും അവിടെ CPMന്റെ സഖാക്കള്. ആ വീട് കാണാൻ പറ്റൂല, വലിയ വീടാണ്. അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം, ഇറ്റാലിയൻ മാർബിളാണ്, സെൻട്രലൈസ്ഡ് AC ആണ്, സുന്ദരമായ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുണ്ടുപറമ്പിലെ പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന, പാവപ്പെട്ട വിയർപ്പ് ചിന്തുന്ന, വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന സഖാവ് കോരന്റെയും സഖാവ് തീരന്റെയും സഖാവ് മുഹമ്മദിന്റെയും പ്രിയപ്പെട്ട നേതാവ്, സഖാവ് കോരുവിന്റെ 6 മക്കളിൽ ഒരുവനായി ഒരു 5 സെന്റ് സ്ഥലം മാത്രം അച്ഛന് ഉണ്ടായിരുന്ന ആ പിണറായി വിജയൻ ഒരു ദിവസം പോലും കച്ചവടം നടത്തിയിട്ടില്ല, ഒരു ദിവസം പോലും ഗൾഫിൽ പോയിട്ടില്ല. പണി മുഴുവൻ പൊതുപ്രവർത്തനമായിരുന്നു. ഭാര്യ ഒരു ടീച്ചറാണ്, പരിമിതമായ ശമ്പളം. ഒരു മകൻ പഠിക്കുന്നത് ലണ്ടനിലായിരുന്നു. അത്ര ആർഭാടത്തോടു കൂടി പഠിപ്പിച്ച് വലിയ ആളായി ഒരു ഹൗസിംഗ് ലോൺ പോലും എടുക്കാതെ, മകനൊരു വിദ്യാഭ്യാസ ലോൺ പോലും എടുക്കാതെ കോടിക്കണക്കിന് രൂപയുടെ വീട് എവിടെ നിന്നുണ്ടാക്കി എന്ന് ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ ചോദിച്ചാൽ
ഈ രാജ്യത്ത് ആണത്തുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒരു ഡിവൈഎഫ്ഐക്കാരന് എവിടുന്നുണ്ടാക്കിയാന്ന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആ വീടാ ഞാൻ പറഞ്ഞത്. ആ വീട്ടിലേക്കൊന്ന് പോകാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അവിടെ പട്ടാളക്കാരുണ്ടാകും, പോലീസ് ഉണ്ടാകും, അതുപോലെ തന്നെ റെഡ് വളണ്ടിയർമാരുണ്ടാകും. അങ്ങനെ വടകരന്ന് 3 സഖാക്കൾ പോയി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നേരെ മറിച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരൻ പാണക്കാട് നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെയാണല്ലോ. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ വന്ദിനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ കടന്നു വന്നു. അതുപോലെ ഒരുപാട് വന്ദിനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടം അറിയാം. വന്ദിനായ പാണക്കാട് പൂക്കോയ തങ്ങളുടെ ജീവിതം നമുക്കറിയാം. അവിടേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങൾ ലീഗാണോ, കോൺഗ്രസ് ആണോ, ഹിന്ദുവാണോ, മുസ്ലിമാണോ ആരെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാണക്കാട്ട് തങ്ങളുടെ കിടപ്പറയിലേക്ക് പോയാൽ ആരെങ്കിലും ഒരാൾ തടുക്കുമോ? നിങ്ങള് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി സംവിധാനം പാണക്കാട്ട് തറവാട്ടിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ സകലമാന ജനങ്ങളെയും സ്വീകരിക്കുവാൻ മനസ്സുള്ള, കെൽപ്പുള്ള, ആദരവ് നേടിയ ഒരു രാഷ്ട്രീയ കുടുംബം കേരള ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടോ സഹോദരന്മാരെ? ഉണ്ടോ? നിങ്ങളോട് ചോദിക്കാൻ ഞങ്ങള്. ഇന്ത്യയിലെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാം. MP-മാരാകാം, MLA-മാരാകാൻ, അതുപോലെ പ്രധാനമന്ത്രിയാകാൻ, ബാക്കിയുള്ള സ്ഥാനത്തിന് വേണ്ടി പഞ്ചായത്ത് മെമ്പറാകാൻ ഒക്കെ കടിപിടി കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും അത് കാൽക്കൽ വന്നാൽ തട്ടിയകറ്റുന്ന അധികാരത്തിന്റെ ഇടനാഴിയിലേക്ക് എത്തി നോക്കിയിട്ടില്ലാത്ത വന്ദിനായ CH മുഹമ്മദ് കോയ സാഹിബ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ CH-ന് ബദലായി പാർട്ടി പ്രസിഡന്റായ ഞാനാകണം മുഖ്യമന്ത്രി എന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ കാൽക്കൽ പൊൻതലികയിൽ മുസ്ലിം ലീഗ് അത് കൊണ്ടുകൊടുക്കാൻ തയ്യാറാകുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണ്ടേ? വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനത്ത് അഹമ്മദ് സാഹിബല്ല, ഞാനാണ് ഇരിക്കാൻ അർഹൻ എന്ന് പാണക്കാട്ടെ കുടുംബത്തിലെ ഒരു തങ്ങൾ ആവശ്യപ്പെട്ടാൽ, ആഗ്രഹിച്ചാൽ അത് കൊടുക്കുവാൻ മുസ്ലിം ലീഗും മലബാറിലെ ജനങ്ങളും തയ്യാറാകുമായിരുന്നു. പക്ഷേ ആ അധികാരത്തിന്റെ ഇടനാഴിയിലേക്ക് പോകാതെ, ഒരു ചെറിയ പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിക്കാതെ, ഒരു സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ആ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ജീവിതം മുടിഞ്ഞു വെച്ച ഒരു കുടുംബത്തെ കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർക്കെങ്കിലും പാണക്കാത്ത കുടുംബമല്ലാതെ കാണിച്ചു തരാൻ സാധ്യമാണോ സഹോദരന്മാരെ? ഇതൊക്കെ നമ്മൾ തമാശ പറയല്ല. ഇതൊക്കെ തന്നെയാണ് ലീഗിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ രഹസ്യം.